ഒക്ടോബർ 7-ന് പിടികൂടിയ 4 ബന്ദികളുടെ മൃതദേഹം കൂടി ഹമാസ് കൈമാറി. 600ഓളം പലസ്തീൻ യുദ്ധ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കാൻ ആരംഭിച്ചതോടെയാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകിയത്. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വിവരങ്ങൾ. കൃഷ്ണ, അവസാന ശനിയാഴ്ചത്തെ എല്ലാ ബന്ദികളുടെയും മോചനത്തോടൊപ്പം തന്നെ ഇത്തരത്തിൽ മൃതദേഹങ്ങളുടെ കൂടി വിട്ടുകൊടുക്കേണ്ടതുണ്ട് എന്നൊരു ധാരണയായിരുന്നു നേരത്തെ എത്തിയിരുന്നത്. എന്നാൽ ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ ചില വീഴ്ചകൾ വന്നതിനെ തുടർന്ന് കർശനമായ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. ഇന്ന് ഒക്ടോബർ 7-ന് ബന്ദികളാക്കിയ 4 പേരുടെ കൂടി മൃതദേഹങ്ങൾ വിട്ടു നൽകിയതോടെ നേരത്തെ ശനിയാഴ്ച വിട്ടുകൊടുക്കേണ്ട പാലസ്തീൻ യുദ്ധ തടവുകാരുടെ 602ഓളം യുദ്ധ തടവുകാരുടെ മോചനം, പാലസ്തീൻ യുദ്ധ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിച്ചിരുന്നു. ആ വൈകിപ്പിച്ച ഇസ്രായേലിലെ യുദ്ധ തടവുകാരുടെ മോചനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, തുടർച്ചയായി ഇത്തരത്തിലുള്ള ബന്ദികളുടെ മോചന വിഷയത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കർശന നിലപാട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയായിരുന്നു ഇക്കാര്യത്തിൽ. അതേ തുടർന്നാണ് ഈ മോചനം വൈകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും അതുപോലെ ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തതോടെ ആദ്യ മോചന പ്രവർത്തനങ്ങളുടെ പാലസ്തീൻ യുദ്ധ തടവുകാരുടെ മോചനം സംബന്ധിച്ചുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ 4 ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത്. 4 പേരെയും ഒക്ടോബർ 7-ന് തട്ടിക്കൊണ്ടുപോയവരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ മൃതദേഹങ്ങൾ നൽകിയ മൃതദേഹങ്ങൾ റെഡ് ക്രോസ് ഏറ്റുവാങ്ങി ഇസ്രായേൽ സേനയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇസ്രായേൽ സേന ഈ 4 മൃതദേഹങ്ങളും അവർ പറഞ്ഞ വ്യക്തികളുടേത് തന്നെയാണോ എന്ന പരിശോധനകൾ തുടരുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഷെറീഫ് ഇബാസിന്റെ മൃതദേഹം കൈമാറിയത് തെറ്റായി പോയിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 4 മൃതദേഹങ്ങളിലും വിശദമായ പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന. ആ പ്രതിരോധ സേനയുടെ നിരീക്ഷണത്തിന് ശേഷം അന്തിമമായ തീരുമാനം വരുന്നതോടെയായിരിക്കും ഈ മൃതദേഹങ്ങൾ ഇവിടെ തന്നെ ഉറപ്പാക്കാൻ സാധിക്കുക. ഇസ്രായേൽ സേന ഇക്കാര്യം ഇപ്പോൾ പ്രാഥമികമായി ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടി അന്തിമമായ റിപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. അത് അല്പസമയത്തിനകം പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ.